വണക്കം വെൽക്കം ടു ലിമറിഡിയൻ കൊച്ചിൻ ലേറ്റസ്റ്റ് റെസിപ്പിയിലെ ചെട്ടിനാട് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില വിഭവങ്ങൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്ന ചില വിഭവങ്ങൾ ഇന്ന് നമ്മൾ കാഴ്ചവെക്കുന്നത് എന്താണ് വാട്ട് ആർ വി ഡൂയിങ് ടുഡേ ഞണ്ട് മുളക് മസാല ഞണ്ടും മുളകും മസാലയും മുളക് പെപ്പർ ഓർ അതർ വൺ പെപ്പർ അപ്പോൾ ഷെഫ് മുരുകൻ സ്വാമിനാഥൻ ഇന്ന് നമുക്ക് കാഴ്ച വെക്കുന്നത് ഞണ്ട് മുളക് മസാല ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. So what are we adding first? How do we start? How do we go about this? കടായിൽ നല്ലെണ്ണ എല്ലാമേ ഐറ്റം പണപ്പൊടി നല്ലെണ്ണ കഴിഞ്ഞ ഇന്നലെ കാണിച്ച പോലെ നമ്മൾ മെയിൻ കോഴ്സ് എല്ലാം ചെയ്യുന്നത് നല്ലെണ്ണയിലാണ്. അപ്പം നല്ലെണ്ണ ആദ്യം ഒഴിക്കും. ജിഞ്ചലി ഓയിൽ ഗോസ് ഫസ്റ്റ്. ദെൻ കടുകുണ്ട്. കടുക് ഇത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അടുത്ത ഐറ്റം പൊട്ടി തുടങ്ങി. റെഡ് ചില്ലി, കരിവേപ്പില, കുറച്ച് ഓണിയൻ, മറ്റേ ചെറിയ ഓണിയൻ, ചിന്ന വെങ്കായം. റൈറ്റ് നോ ഷെഫ്? ചിന്ന വെങ്കായം ഞാനും കുറേശ്ശെ തമിഴ് പഠിച്ചു തുടങ്ങി ഇപ്പം തന്നെ. പച്ചമുളക്, തക്കാളി. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് വെള്ളപ്പൂണ്ട് ഇഞ്ചി പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. വെള്ളപ്പൂണ്ട് ഇഞ്ചി പേസ്റ്റ്. ജിഞ്ചലി ഓയിൽ ഒഴിച്ചു. പിന്നെ കടുക്, പിന്നെ റെഡ് ചില്ലി, കറി ലീഫ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആൻഡ് ദെൻ ഓണിയൻ, കറി ലീഫ് ആൻഡ് ദെൻ ടൊമാറ്റോ ആൻഡ് ദെൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മസാലയായി. ഇനി നമുക്ക് ചില്ലി പൗഡർ 1 സ്പൂൺ, ടർമറിക് പൗഡർ 1/2 സ്പൂൺ and coriander powder 1 spoon. So that is the mix of the masala. And then uppu. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് 300 ഗ്രാം ക്രാബ് അതിനുള്ള മസാലയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. 300 ഗ്രാം ക്രാബ്, കറി കട്ട് ക്രാബ്. ഇതെല്ലാം കൂടിയിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. പെപ്പർ പൗഡർ ഇപ്പം തന്നെ ഇടും. സാധാരണ കുറച്ച് വെന്ത് കഴിയുമ്പോഴേ പെപ്പർ പൗഡർ ഇടാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ സിസ്റ്റം വേറെ. ഇതിന് മസാല ഡ്രൈ ആയി കഴിഞ്ഞ ഉടനെ കുറച്ച് വെള്ളം ഒഴിക്കും. നല്ല ഫ്ലേവർ ഉണ്ട്. ആ ഞണ്ടിൻ്റെ മസാലയും ബാക്കി മസാലയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേ. അപ്പോൾ ഇനിയും കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ക്രഷ്ഡ്. ഇത് നല്ല എരിവുണ്ടാവും. വെരി സ്പൈസി നോ. സോ ദിസ് ഈസ് ദ ഫിനിഷിംഗ് സ്റ്റേജ്. അപ്പോൾ ഇനി ലാസ്റ്റിൽ കൊത്തമല്ലി എല്ലാം കൂടെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെട്ടിനാട് ഞണ്ട് മുളക് മസാല റെഡി. എക്സോട്ടിക് ഞണ്ട് മുളക് മസാല. ഇതിൻ്റെ മസാല കണ്ടു കഴിയുമ്പോൾ ഇതെന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ചെട്ടിനാട്ടിലെ വളരെ നല്ല വിഭവമായ ഞണ്ട് മുളക് മസാല ലിമറിഡിയനിലെ ലേറ്റസ്റ്റ് റെസിപ്പിയിൽ വന്നു കഴിഞ്ഞാൽ ഷെഫ് മുരുകൻ സ്വാമിനാഥൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത്രയും അടിപൊളി ഡിഷ് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. പ്ലീസ് കം ആൻഡ് എൻജോയ് ചെട്ടിനാട് ഫുഡ് ഫെസ്റ്റിവൽ ലിമറിഡിയൻ കൊച്ചിൻ ലേറ്റസ്റ്റ് റെസിപ്പി. ബൈ ബൈ.